അകത്തുനിന്നും പുറത്തുനിന്നുള്ള ഇത്തരം വലിയ സമ്മർദ്ദങ്ങളുടെ മേലാണ് മോദി ഭരണകൂടം ഈ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അതേ തിരുവയിൽ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തതയില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ട്രംപിനെ ചാരി ഇന്ത്യയിൽ മോദി ഉണ്ടാക്കിയിരുന്ന ഒരു ആഗോള നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായക്കോടെ കൂടിയാണ് ഈ ഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ട്. ഈ സ്വതന്ത്ര സ്വഭാവത്തെ സ്പോയിൽ ചെയ്തതിൻ്റെ കൂടി തിരിച്ചടിയാണ് ഇന്ത്യ അനുഭവിക്കുന്നതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക വ്യാപാര നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ, അതിൻ്റെ വിശകലനങ്ങളെല്ലാം ഒരു വശത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ അതിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ പരോക്ഷമായിട്ട് അമേരിക്കയുടെ വ്യാപാര നികുതിയുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറഞ്ഞതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ട്രംപിനെ പറ്റിയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വ്യാപാര തീരുവയെ പറ്റിയോ ഒന്നും പരാമർശിച്ചില്ലെങ്കിൽ പോലും ആത്മനിർഭർ ഭാരത് എന്ന തൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ പ്രസംഗത്തിൽ കണ്ടത്. അതോടൊപ്പം തന്നെ ഡോളറിനെയും പൗണ്ടിനെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ നിലയിൽ സ്വയം പര്യാപ്തമാവണമെന്ന് മോദി പറഞ്ഞു വയ്ക്കുമ്പോൾ പരോക്ഷമായിട്ട് തന്നെയല്ല, പ്രത്യക്ഷമായി തന്നെ ഇത് വ്യാപാര തീരുവയുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, രാജ്യത്തെ പ്രതിപക്ഷമായി കഴിഞ്ഞാലും ഇവിടുത്തെ നയതന്ത്ര വിദഗ്ധരായി കഴിഞ്ഞാലും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക വ്യാപാര നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഡയമെൻഷനുകൾ ഉയർത്തി കാണിക്കുമ്പോൾ പോലും മോദി സർക്കാർ കൃത്യമായിട്ട് ഇതിനകത്ത് എന്താണ് ഒരു ടേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ നിലപാട്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിനെ റിസോൾവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിക്കുള്ള ഒരു ധാരണയൊന്നും ഇതുവരെ രൂപപ്പെടുത്തിയതായിട്ട് നമുക്ക് ബോധ്യമില്ല. ഈ ഘട്ടത്തിലാണ് പരോക്ഷമായി വ്യാപാര നികുതിയുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ ടൈമിൽ, മോദിയുടെ ആദ്യ ടൈമിലായാലും ട്രംപിൻ്റെ ആദ്യ ടൈമിലായാലും ഈ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, അതായത് അമേരിക്ക ഇന്ത്യ ബന്ധം എന്നുള്ളത് അതൊരു നയതന്ത്ര ബന്ധം എന്ന് പറയുന്ന കാലങ്ങളായി ഇരു രാജ്യങ്ങളും ലോകക്രമവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നയസമീപനങ്ങളെല്ലാം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധത്തിലുപരിയായിട്ട് ഇത് മോഡി ട്രംപ് ദ്വന്ദ്ങ്ങൾക്കിടയിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഒരു തലമാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ അടിസ്ഥാന ശില എന്നുള്ള രീതിക്കുള്ള വിവരണങ്ങളൊക്കെ പല ഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയുന്നതുപോലെ 2017 ട്രംപ് ആദ്യ ടൈം അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് രൂപപ്പെട്ട ഈ മോഡി ട്രംപ് വിവരണങ്ങളെല്ലാം ഒരു സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഒരു 4 മാസങ്ങളാണ് ഇപ്പം നിലവിൽ കടന്നു പോയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇന്ത്യക്ക് മേൽ ട്രംപ് ഇത്തരത്തിൽ നികുതി ചുമത്താൻ തയ്യാറായി എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ വേറൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ നമ്മൾ ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങോട്ട് കൂടി വേണം വായിച്ചു പോകാനായിട്ട്. നമുക്കറിയാം, അമേരിക്ക പ്രധാനമായിട്ട് ഇന്ത്യയുടെ മുമ്പിൽ ഈ വ്യാപാര തീരുവ ചുമത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ഇന്ത്യൻ വിപണി കൂടുതൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ക്ഷീര ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കയിലെ മത്സ്യ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ വിപണി കൂടുതൽ തുറന്നു കൊടുക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ വ്യാപാര അധിക തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുടെ ഭാഗമായിട്ട് അമേരിക്കൻ ആവശ്യമായിട്ട് ഉയർന്നു വന്നതെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുവരെ ട്രംപിനോടും അമേരിക്കയോടും ഏറ്റവും ഉദാര സമീപനം സ്വീകരിച്ച നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണകൂടത്തിനോ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്പേസിൽ നിന്നിട്ടാണ് ഇത്തരം ആവശ്യങ്ങൾ ട്രംപ് ഉയർത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ നിലവിൽ കീഴ്പ്പെടാതെ അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യത്തിന് വിധേയപ്പെടാതെ നിൽക്കാനുള്ള പ്രധാന കാരണം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഷിക മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇന്ത്യ പോയി കഴിഞ്ഞാൽ, നമുക്കറിയാം കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന കർഷക സമരം ഏറ്റവും കൂടുതൽ മോദി സർക്കാർ പ്രതിരോധത്തിൽ പോയ ഒരു ഘടകമായിട്ട് ഈ കർഷക സമരം മാറിയിരുന്നു. അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ഫോഴ്സിനെ എല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നിരുന്നു. അതത്ര വിലയിരുത്തലുകളുമുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം, കർഷകർ മുന്നിൽ നിൽക്കുന്ന, കർഷകരെ പ്രതിരോധത്തിലാക്കുന്ന, കർഷകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ മോദി ഭരണകൂടത്തിന് വലിയ വലിയ സ്ട്രഗിളുകളിട്ട് പോകേണ്ടി വരുമെന്നുള്ള കൃത്യമായ ധാരണ മോദിക്കുണ്ട്. അതോടൊപ്പമാണ് ഇപ്പം നിലവിലിപ്പം ഒരു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, പെട്രോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 25% കൂടി അധിക തീരുവ ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പൊതുവെ പറയപ്പെടുന്നത്, ഇപ്പോൾ ബ്രിക്സ്, ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലൊക്കെ അടക്കമുള്ള ഒരു
ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. ഈ അധികാരം ഏൽക്കണ സമയത്ത് ട്രംപ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ കറൻസി ഉണ്ടാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വലിയ നിലപാട് സ്വീകരിച്ചിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേലെ വലിയ തിരിവ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ അർത്ഥത്തിൽ ബ്രിക്സിൻ്റെ അകത്ത് ബ്രിക്സ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ട് മാറിയേക്കുമെന്നാണ് അമേരിക്ക ഭയക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഭീഷണിയാണെന്നും ട്രംപ് മനസ്സിലാക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ബ്രിക്സിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. റഷ്യയെ ചൂണ്ടി ഇന്ത്യയുടെ മേലെ അധിക തിരിവ് ഏർപ്പെടുത്തുന്നതെന്നാണ് ഒരു പൊതുവെ ഉയർന്നു വരുന്നൊരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ചൈനയുടെ മേൽ വ്യാപാര തിരിവൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇന്ത്യയുടെ മേലത് പ്രയോഗിച്ചതിൻ്റെ അതേ തീവ്രതയോടെ ഈ ഘട്ടത്തിൽ അമേരിക്ക പ്രയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ നമുക്കറിയാം ഷാങ്ഹായ് കോഓപ്പറേഷൻ്റെ ഭാഗമായിട്ടും ഇന്ത്യ ചൈനയായിട്ട് അടുത്ത് പ്രവർത്തിക്കുകയാണ്. നേരത്തെ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാനൊക്കെ അടങ്ങുന്നൊരു ക്വാഡ് സംവിധാനമൊക്കെ ഈ ചൈനയ്ക്കെതിരായിട്ട് അമേരിക്ക രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അമേരിക്കൻ പക്ഷത്ത് നിന്നിരുന്ന ഇന്ത്യയോട് ഇത്തരം സമീപനം ട്രംപ് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ഒരു അച്ചുതണ്ടിനെ അമേരിക്ക ഭയപ്പെടുന്നു എന്ന് വേണം കാണാൻ. അപ്പോൾ ഇത്തരത്തിൽ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഇത്തരം വലിയ സമ്മർദ്ദങ്ങളുടെ മേലാണ് മോദി ഭരണകൂടം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അതേ തിരിവിൽ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തതയില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2017 ട്രംപ് അവിടെ അധികാരത്തിൽ വന്ന ആദ്യ ടൈമിലും അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്ന രണ്ടാം ടൈമിൻ്റെ ആദ്യ മാസങ്ങളിലും ഈ മോദി ഭക്തർ പ്രചരിപ്പിച്ച ഒരു നറേഷനുണ്ട്. അതായത് ട്രംപ് മോദി ഈ വ്യക്തിബന്ധം ഇവരുടെ വ്യക്തിബന്ധം അമേരിക്കയ്ക്കും ഇന്ത്യയും ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ ബന്ധത്തിൻ്റെ ഒരു തലത്തിയിട്ട് വളർത്തുമെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു നറേഷൻ നടന്നുണ്ടായിരുന്നു. ഈ നറേഷൻ വെറുതെ ഇങ്ങനെ പൊടിഞ്ഞു തീരണ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഈ വ്യക്തിപരമായ സൗഹൃദങ്ങൾ, വ്യക്തിപരമായി രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള സൗഹൃദങ്ങളോ അല്ല അതിൻ്റെ മേൽ ചുറ്റും രൂപപ്പെട്ടിരിക്കുന്ന വിവരണങ്ങളോ ഒന്നും ഈ അന്താരാഷ്ട്ര ഇപ്പം നിലവിലെ ലോകക്രമത്തിലോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിലോ മറ്റ് ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇതൊക്കെ വെറും നിഷ്ഫലമായി പോകും എന്നോടെ കൂടിയുള്ളൊരു സൂചനയാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം ട്രംപിനെ ചാരി ഇന്ത്യയിൽ മോദി ഉണ്ടാക്കിയിരുന്ന ആഗോള നേതാവെന്നുള്ളൊരു പ്രതിച്ഛായക്കോടെ കൂടിയാണ് ഈ ഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു ചേരിചേര നയം ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വീകരിച്ചിരുന്ന ഒരേ സമയം റഷ്യയോട് അടുപ്പം പ്രകടിപ്പിക്കുകയും റഷ്യയിൽ നിന്ന് സഹായങ്ങൾ നേടിക്കുകയും ചെയ്യുന്ന ഇന്ത്യ തന്ത്രപരമായ സമീപനം ചൈനയോടും അമേരിക്കയോടൊക്കെ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു വിദേശ നയം എന്ന് പറയുന്ന ഇന്ത്യൻ നയത്തിനെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങളുടെ മേമ്പൊടിയിട്ട് കാണിച്ചിട്ട് വേറൊരു തലത്തിൽ പ്ലേസ് ചെയ്തിരുന്നു. ഇതെല്ലാം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ട്. ഈ സ്വതന്ത്ര സ്വഭാവത്തെ സ്പോയിൽ ചെയ്തതിൻ്റെ കൂടി തിരിച്ചടിയാണ് ഇന്ത്യ അനുഭവിക്കുന്നതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ എങ്ങനെ മോദി ഭരണകൂടം മറികടക്കും എന്നുള്ളതൊരു വലിയൊരു ഘടകമാണ്. നമ്മളിപ്പോൾ വേറൊരു നറേഷനുണ്ട്, ഇപ്പോൾ അദാനിക്കെതിരെയുള്ള കേസൊക്കെ വച്ചിട്ടാണ് മോദി ഭരണകൂടം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാത്തതെന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിമർശനങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ അമേരിക്കയായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് ഉയർത്തുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ മോദി ഭരണകൂടത്തിനെ കാത്തിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും.